AI സ്റ്റാൻഡേർഡ് ടെക് ജോബ്സും കോഡിങ്ങും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹ്യൂമൻ, അതായത് നമ്മുടെ ഈ മനുഷ്യന്മാർ ചെയ്യുന്ന ജോലികളെല്ലാം റീപ്ലേസ് ചെയ്യുമോ? അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്, അതുപോലെ തന്നെ എംപത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും AI-ക്ക് കോപ്പി ചെയ്യാൻ പറ്റുമോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലേ, AI വരും, ജോബെല്ലാം പോകും, നമ്മളൊക്കെ ഇനി എന്ത് ചെയ്യും. അങ്ങനെ മുമ്പേ അത് ഇങ്ങനെ AI ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പം നമ്മളെല്ലാം വീട്ടിലിരിക്കേണ്ടി വരും, AI ആയിരിക്കും ജോബൊക്കെ എടുക്കുക. പക്ഷെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ AI യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ, ഐ മീൻ AI ടൂൾസ് നന്നായി യൂസ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇനി വരുന്ന ഒരു മുമ്പിലേക്കുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. AI വരുന്നതുകൊണ്ടല്ല പ്രശ്നം, AI യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ AI ടൂൾസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പൊ ഒരു കോഡിംഗ് ആണെങ്കിലും നമ്മൾ അവിടെ AI എങ്ങനെ യൂസ് ചെയ്യാം, ഒരു ടീച്ചിങ് ജോബ് ആണെങ്കിൽ AI യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരിക്കലും AI-ക്ക് ഒരു നല്ല ടീച്ചർ ആവാൻ പറ്റില്ല. നമ്മൾ പറയും എന്തിനാ ഇനിയിപ്പോ ടീച്ചേഴ്സ്, നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടും, ഒരു സമ്മറി എല്ലാം കിട്ടുന്നുണ്ട്, നോട്ട്സ് കിട്ടും, ഷോർട്ട് നോട്ട്സ് കിട്ടും, ഇതൊക്കെ ടീച്ചറിന്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു ടീച്ചർക്കുള്ള ഒരു ഇമോഷണൽ ഇന്റലിജൻസോ ഇതൊന്നും ഒരിക്കലും AI-ക്ക് ഉണ്ടാവില്ല. നമ്മൾ പറയും ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള AI-നെയൊക്കെ നമ്മൾ ഇറക്കും എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു ഹ്യൂമൻ ഐ നോക്കി അവരായിട്ടുള്ള ഒരു ബോണ്ട്, ഐ ടു ഐ കോണ്ടാക്ട്, ആ ഒരു ബോണ്ടിങ്, ഇതൊന്നും AI-ക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്താണ് ആ ഒരു കണക്ഷൻ അല്ലെ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ഫേസ് നോക്കി നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്നല്ലേ പറയുള്ളൂ. ഒരിക്കലും ഒരു AI നിങ്ങളോട് അങ്ങോട്ട് നിങ്ങൾ സംസാരിക്കുന്നതനുസരിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്നും ചോദിക്കില്ല. ചിലപ്പോൾ ഒരേ ടോണായിരിക്കും, ടോണൊക്കെ എന്തായാലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവും. അത് മാത്രല്ല നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇഷ്യൂ, ഇപ്പം ഈ പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് അറിയില്ല ബേസിക്, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റില് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വരുന്ന ആൻസർ മൊത്തത്തിൽ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ അടുത്തൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതായത് AI-യോട് ചോദിച്ചിട്ട് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തത്. കുട്ടി ഡിപ്രഷനിലൂടെ കടന്നു പോവായിരുന്നു, പാരന്റ്സിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, കുട്ടി ആരോട് സംസാരിക്കുന്നൊന്നുമില്ല. അവൻ AI-യോട് ChatGPT-യിൽ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഡിപ്രസ്ഡ് ആണ്, എനിക്ക് മരിക്കണം. അപ്പൊ ChatGPT ഓക്കെ നീ മരിച്ചോളൂ, അപ്പൊ ഞാൻ എങ്ങനെ മരിക്കും? അപ്പൊ അവന് കുറെ ഓപ്ഷൻസ് കൊടുത്തു, ഇങ്ങനെ മരിക്കാം, അങ്ങനെ മരിക്കാം, കഴുത്തിൽ തൂങ്ങി മരിക്കാം. അപ്പം ഓക്കെ, അവൻ അതനുസരിച്ചാണ് ചെയ്തത്. ആൻഡ് പാരന്റ്സ് കോർട്ടിൽ ChatGPT-ക്കെതിരെ അങ്ങനെ എന്തോ കേസ് കൊടുത്തു. അപ്പം കാര്യമില്ല, കാരണം എന്താണ്, നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം ChatGPT തരും. ഇപ്പൊ അവനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, ലൈക്ക് ഹ്യൂമനോടാണ് സംസാരിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റി, എന്താ നിന്റെ ഇഷ്യൂ, ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരം അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ നോർമലി ഒരു ഹ്യൂമൻ മനസ്സിലാക്കി കൊടുക്കുള്ളൂ. പക്ഷെ ChatGPT-ക്ക് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മൾ AI-യോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതിനുള്ള ഉത്തരം കൃത്യമായിട്ട് പറയും. പക്ഷെ ആ ചോദിക്കുന്നതിന് അത് ശരിയാണോ തെറ്റാണോ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവില്ല. അതേപോലെ അഡാപ്റ്റബിലിറ്റി അതൊരിക്കലും AI-ക്ക് ഇല്ല. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരാണ്, ഇപ്പൊ നിങ്ങളുടെ ബോസിന് ഒരു നല്ല മൂഡല്ലാത്ത ഒരു ദിവസമാണെന്ന് വിചാരിക്കും, പുള്ളി എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുക, നമുക്ക് ഏകദേശം മനസ്സിലായി പുള്ളിക്ക് മൂഡ് അത്ര ശരിയല്ല, നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ജോലി ചെയ്യുന്നു അല്ലെ. പക്ഷെ നമ്മൾ ChatGPT-നോട് ചിലപ്പോൾ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും നമുക്ക് ദേഷ്യം വരുന്ന പോലത്തെ റിപ്ലൈ ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ AI-ക്ക് ഒരിക്കലും ഇല്ല, അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്ന കുറെ സ്കിൽസ് ഉണ്ട് അല്ലെ, ലൈഫിൽ അക്വയർ ചെയ്തെടുക്കുന്ന വളരെ ഇമ്പോർട്ടന്റ്. അതെ, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഒക്കെ നമ്മൾ അക്വയർ ചെയ്യുന്ന കാര്യം, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. നമ്മള് അറിയാം, ചെറുപ്പം മുതലേ നമ്മള് സ്കൂൾസിൽ നിന്നൊക്കെ അക്വയർ ചെയ്ത് കിട്ടിയ ഒരു സാധനമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇതൊരിക്കലും AI-ക്ക് ഇല്ല. നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ മനസ്സിലാക്കി അവർക്ക് അവരുടെ ആ ഒരു സ്വഭാവം അനുസരിച്ച് അവരോട് പെരുമാറി നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ഒരിക്കലും AI-ക്ക് കിട്ടാൻ പോകുന്നില്ല. AI ജസ്റ്റ് കമാൻഡ്സ് കൊടുക്കും, അതെല്ലാവരും ചെയ്തോളും, അത്രേ ഉള്ളൂ. അപ്പൊ അവരുടെ വിഷമങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഇതൊന്നും AI-ക്കില്ല. അപ്പൊ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊക്കെ AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്.
അതേപോലെ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഇത് വന്നാൽ ഇതിന്റെ വരും വരായികകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനൊന്നും ഉള്ള ശേഷി ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്ക് AI ടൂൾസ് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളായി മാറിയാൽ നമുക്ക് ഒരിക്കലും ജോലി സാധ്യത കുറയാൻ പോകുന്നില്ല. പക്ഷെ AI ടൂൾസ് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ സാധ്യതകൾ എടുത്തു കളയും. സോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം AI ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇനിയുള്ള കാലം മുന്നോട്ടേക്ക് നന്നായിട്ട് AI ടൂൾസ് എല്ലാ മേഖലകളിലും നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ AI ടൂൾസ് നന്നായി യൂസ് ചെയ്യാൻ പഠിക്കുന്ന ഒരാളായി മാറാന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജോലി സാധ്യത AI ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഫോൺ നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത് സത്യത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് എന്തിനും ഏതിനും ഫോൺ വേണം. ശരിക്കും ഫോൺ ഒരു ടൂൾ മാത്രമല്ല, അതിപ്പോ ഒരു അഡിക്ഷൻ പോലെ ആയി മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മളൊരു ഫോൺ അഡിക്റ്റ് ആണ്? എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, ആക്ച്വലി ഫോൺ എന്ന് പറയുന്ന ഒരു ടൂൾ മാത്രമല്ല എന്ന് പറഞ്ഞല്ലോ. അതിപ്പോ സത്യം പറഞ്ഞാൽ ഒരു അറ്റൻഷൻ തീഫായി മാറിയേക്കാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു 5 മിനിറ്റ്സിന്റെ ഒരു റീൽ നമ്മുടെ 2 മണിക്കൂറായിരിക്കും എടുത്തോണ്ട്. 2 മണിക്കൂറൊന്നുമല്ല, അതിൽ കൂടുതലായിരിക്കും, സത്യമാണ്. അപ്പൊ നമ്മളൊരു 5 മിനിറ്റിന്റെ റീല് കാണാൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോയി മണിക്കൂറുകൾ നമ്മളുടെ പോവാണ്. ഇപ്പൊ നമ്മുടെ അറ്റൻഷൻ തീഫാണ് ആക്ച്വലി ഇപ്പൊ ഫോൺ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ സയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ അഡിക്റ്റ് ആയി എന്ന് പറയാൻ പറ്റുന്ന സയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കമ്പാരിസൺ കൂടുതലായിരിക്കും. അവർക്കതുണ്ട്, ഇവർക്കതുണ്ട്, എനിക്കതില്ല, അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ. കാരണം നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ്ലി കാണുന്നത് ഓരോ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നു, നമുക്കതുണ്ടോ, ഇല്ല, നമുക്കതില്ല അല്ലെ. അപ്പൊ ഒരു കമ്പാരിസൺ കൂടും. അവർക്ക് നല്ല ഫോണുണ്ട്, എൻ്റെ ഫോൺ ഇത്, അവരുടെ പാരന്റ്സ് എന്താ അടിപൊളി, എൻ്റെ പാരന്റ്സ്, അവരുടെ സിബ്ലിങ്സ് അങ്ങനെ നമുക്ക് കോൺസ്റ്റന്റ്ലി ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. ആ ഒരു കമ്പാരിസൺ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു മോട്ടിവേഷൻ ലെവൽ ഒന്നിനോടും ഒരു താല്പര്യമില്ല. ഫുഡ് കഴിക്കണോ, അതും നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടായിരിക്കും ഫുഡ് കഴിക്കുക. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് നമ്മളൊരു അഡിക്റ്റ് ആണ്, അതായത് ഫോൺ അഡിക്റ്റ് ആണ് എന്നതിനുള്ള ഒരു സൈനിന്റെ, അതിനുള്ള ഒരു സയൻസിന്റെ ഏറ്റവും വലിയൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, മോട്ടിവേഷൻ ഡ്രോപ്പ് ആവുകയാണ്. നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. കാരണം അവരൊക്കെ എന്താ അടിപൊളിയായിട്ട്, എൻ്റെ ലൈഫ് പോയി, അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ ഡ്രോപ്പ് ആവുകയാണ്. അല്ലാതെ ഓക്കെ എനിക്ക് ഇതിലും നന്നായി ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്നില്ല. ഓക്കെ, അത്ര സമയം കൂടെ ഞാൻ വീട്ടിലൊരു 5 മിനിറ്റ്സ് കിട്ടിയാലും നമ്മൾ അപ്പത്തേക്ക് ഫോൺ എടുക്കാൻ പോവാണ്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഫോൺ നമ്മൾ പോകുന്ന എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാറില്ല. കാരണം അതിന് പറഞ്ഞ പോലെ ജസ്റ്റ് വിളിക്കാനുള്ള ബട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യും. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ടൈം ഉണ്ടെങ്കിൽ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇന്ന്, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ ഈ ഫോണുമായിട്ടാണ് പോകുന്നത്. സത്യമാണ്. ഇപ്പം മൊബൈൽ ഫോണിന്റെ ചാർജറിനുള്ള പിന്നും കൂടെ ബാത്റൂംസിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട്. ലാപ്ടോപ്പും ഒരു സ്റ്റഡി, റീസെന്റ് നമ്മളൊരു സ്റ്റഡി കണ്ടപ്പം ലാപ്ടോപ്സും മൊബൈൽസും ഇല്ലാണ്ട് വാഷ്റൂമിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. ശരിക്കും വേറൊരു കാര്യം കൂടെ ഉണ്ട്, വാഷ്റൂമിൽ പോകുന്ന എന്തിനാന്നുള്ള കാര്യം പോലും മറന്നു പോയിട്ട് മണിക്കൂറുകളോളം ബാത്റൂമിൽ ഇരിക്കുന്നവരുണ്ട്. അതെ അതെ അതെ. ഇപ്പം നമ്മൾ ഓരോ റീൽസ് ഒക്കെ കാണാം, ഹസ്ബൻഡ്സിന്റെ തറവാട് ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്ന വാഷ്റൂമിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. അപ്പൊ അവരെ കളിയാക്കുന്ന രീതിയിൽ സത്യം അതാണ്. കാരണം ഫ്രീ ആയോ അപ്പൊ തന്നെ ബാത്റൂമിലേക്ക് പോവാണ്. കാരണം വീട്ടിലാണോ വേറെ ശല്യമില്ല, ബാത്റൂമിൽ കയറിയ പിന്നെ ആരും ശല്യപ്പെടുത്തില്ല. അവിടെ ഫോണും കൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും, എന്തിനാണ് നമ്മൾ പോയത് എന്ന് വരെ ലക്ഷറി ബാത്റൂംസ് സെറ്റ് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പം നമ്മൾ കളിയാക്കി പറഞ്ഞതാണെങ്കിൽ പോലും അതൊരു സത്യമാണ്. നമ്മള് വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ നമുക്കറിയാം. അത് നമ്മൾ പണ്ട് നമ്മൾ ഹസ്ബൻഡ് എന്താ പറയുക ഭർത്താക്കന്മാരെ പറയും, പക്ഷെ ഇപ്പൊ കുട്ടികളും അത് തന്നെയാണ്. അതാണല്ലോ കണ്ടു പഠിക്കുന്നത്. ഹസ്ബൻഡും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഫോൺ എടുത്ത് പോകുന്നു, മക്കളും എനിക്കും ഫോൺ തരും, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറയുന്ന പല കുട്ടികളും ഉണ്ട്. കാരണം അവര് കാണുന്ന അതാണല്ലോ, അതൊരു അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ മൊബൈൽ ഇല്ലാതെ പറ്റുന്നില്ല, ഫുഡ് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ ഫുഡിന്റെ ടേസ്റ്റ് അപ്പോഴാണ് അറിയുന്നത് സത്യം പറഞ്ഞാൽ, അല്ലെ? ഫുഡ് ഫോണിൽ കഴിക്കുമ്പോൾ എന്ത് കൊടുത്താലും കഴിക്കുന്ന കുട്ടി ഫോൺ മാറ്റി വെച്ചാൽ കുട്ടിക്ക് അയ്യോ അതെന്താ ഇതിന് ടേസ്റ്റ് ഇല്ല, ഇതെനിക്ക് വേണ്ട, ഇത് ഞാൻ തിന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്താണ് തിന്നുന്നതെന്ന് അറിയാതെയാണ് ഫോൺ കാണുമ്പോൾ കഴിക്കുന്നത്. പല പാരന്റ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. അവർ തന്നെയാണ് കുട്ടീനെ അഡിക്റ്റ് ആക്കുന്നത്, അല്ലെ? ചെറുപ്പത്തിലെ ഫോൺ കൊടുത്ത് ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കുന്നു. പിന്നീട് അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുട്ടിക്ക് അത് പറ്റുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ ഞാൻ ഫോളോ ചെയ്ത് ഇതല്ലേ, ഇനി എന്തിനാണ് ഇത് മാറ്റുന്നത്? ഇത്രയും നാൾ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഇതല്ലേ കണ്ടിരുന്നത്, ഇനി എന്തുകൊണ്ട് എന്നെ ഒന്ന് മാറ്റുന്നു എന്നുള്ള ഒരു ചിന്ത കുട്ടികൾക്കും വരാണ്. അപ്പം അത് അഡിക്ഷന്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെവലാണ്. അപ്പോൾ ഈ ഒരു അഡിക്ഷൻ, ഫോൺ അഡിക്ഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എന്താ പറയുന്നത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ സ്റ്റുഡൻസിലുള്ള അറ്റൻഷൻ കുറവ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, എത്ര വയസ്സ് തൊട്ടാണ് ആക്ച്വലി നമ്മൾ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു സ്ക്രീനോ കുട്ടികളെ കാണിക്കാം? ശരിക്കും പറഞ്ഞാൽ ഒരു 10 വയസ്സ് വരെ കുട്ടിയെ സ്ക്രീൻ കാണിക്കരുത് എന്നാണ് പറയാ. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അത് നടക്കുന്ന കാര്യമല്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 വയസ്സ് വരെ എങ്കിലും ഫോൺ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. ഷുവർ, അവരുടെ ഐസൈറ്റിനാണെങ്കിലും അവർക്ക് കളേഴ്സ് ഒക്കെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് അല്ലേ ഈ ഫോണിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഒക്കെ. അപ്പൊ അവരുടെ ആ ഒരു സൈറ്റിനൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതേപോലെ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ലെവൽസും ഫോക്കസ് ഭയങ്കരമായിട്ട് കുറയും. അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കുട്ടികൾ ഇത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് LKG UKG സ്കൂൾസിൽ കൊണ്ടുവിടുമ്പോൾ അവർക്ക് എന്താണ് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്? ഇനി ടീച്ചേഴ്സ് എന്ത് ചെയ്താലും എന്ത് തലയും കുത്തി മറിഞ്ഞാലും കുട്ടികൾക്ക് അത് ഇതെന്താ ഈ കാണിക്കുന്നത് എന്നുള്ള ഒരു ഫീലേ കിട്ടുള്ളൂ. കാരണം അവർ ഇതിനേക്കാളും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇതൊരു ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് അത് ഇതൊക്കെ പഠിപ്പിച്ച ആൻഡ് അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം ഓൾറെഡി, അല്ലേ? ഇവരിതൊക്കെ പഠിച്ചു ഫോണിൽ നോക്കിയിട്ട്, പിന്നെ ഇതിപ്പോ എന്താ എന്നുള്ള ഒരു ചിന്തയാണ് കുട്ടിക്ക് വരിക. സോ ഒരു 5 years വരെ കുട്ടീനെ ഇത് അവനെ എക്സ്പ്ലോർ ചെയ്യട്ടെ സ്വന്തമായി. അതായത് എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് അവൻ പഠിക്കട്ടെ, അല്ലെ? നമ്മൾ ഫോൺ നോക്കി കൊടുക്കുമ്പോൾ എന്തോ അങ്ങ് വിഴുങ്ങി വിടുകയാണ്, അല്ലെ? അതിന്റെ ടേസ്റ്റ് എന്താന്ന് അവർ പഠിക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് ആ സാധനം, എവിടുന്ന് വരുന്നു, അത് എങ്ങനെ മേടിക്കുന്നു, എങ്ങനെ കുക്ക് ചെയ്യുന്നു, ഇതൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവർ അലമ്പാക്കുമായിരിക്കും, അല്ലെ? നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ നമുക്കറിയാം, അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, ചപ്പാത്തി ചുടുമ്പോൾ നമ്മുടെ എനിക്ക് ഉരുട്ടണം, എനിക്ക് പരത്തണം. അപ്പൊ അവന് ഒരു ചെറിയ ഉണ്ട കൊടുത്ത് അവിടെ ഇരുന്ന് നീ പരത്തിക്കോന്ന് പറഞ്ഞാൽ അവന്റെ ചപ്പാത്തി ചുട്ട അവന് കൊടുക്കുക. ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പൊ അവന് മനസ്സിലായി ഞാൻ ചുട്ട ശരിയാവില്ല, നെക്സ്റ്റ് ടൈം എനിക്കത് വേണ്ട, അമ്മ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ക്ലീനിങ്ങിനൊക്കെ അവരെയും കൂടെ കൂട്ടുക, ഹെൽപ്പ് ചെയ്യാൻ. ചിലപ്പോൾ അവർ നമുക്ക് എക്സ്ട്രാ പണി തരുമായിരിക്കും, എങ്കിൽ പോലും അവരത് പഠിക്കട്ടെ. അതെ, കാരണം സ്ക്രീൻ ടൈമിനേക്കാളും കൂടുതൽ നല്ലത് അത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ചില സമയത്ത് നമ്മൾക്കും അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെ, നമ്മൾ ഈ പറയുന്നത്. പക്ഷെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യാം. പിന്നെ എന്താണ്, വീട്ടില് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ അവരെ അകറ്റി നിർത്താതെ നമ്മൾ അവരെ കൂടെ നിർത്തിയാലും നമുക്കും അത് ഹെൽപ്ഫുൾ ആണ്. ലൈക്ക് കുട്ടികൾക്ക്, നമ്മുടെ ഭാവിയിലുള്ള കുട്ടികൾക്കും ഗ്രാൻഡ് പാരന്റ്സിന്റെ കഥകളൊക്കെ കേട്ട് അല്ലെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി അവരുടെ കൂടെ നടന്നൊക്കെ കുറെ സമയം അവർക്ക് കളയാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ സമയം കളയാം? അതെ, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, കുട്ടികളെ പോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സും ഫോണിന് അഡിക്റ്റ് ആയി. സത്യം, നമ്മൾ തന്നെ ഗ്രാൻഡ് പാരന്റ്സിന് മേടിച്ചു കൊടുക്കുകയാണ്, അല്ലെ? എന്താണ്, നിങ്ങൾ ഈ പൊട്ട ഫോണൊക്കെ മാറ്റുന്നല്ല, നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റുന്നല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോൺ മേടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കോൾസ് ചെയ്യുമ്പോൾ മിക്കവാറും മക്കളെല്ലാം വിദേശങ്ങളിലായിരിക്കും. അപ്പം അവര്
അവര് ശരിക്കും അവരോട് സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവരതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവരപ്പം മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മക്കള് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുന്നു. പിന്നീട് അവര് പതുക്കെ ഓക്കെ അവരും പഠിക്കുന്നു, ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ പഠിക്കുന്നു. പിന്നെ അവരുടെ പഴയ ഫ്രണ്ട്സിനെ കാണാം. അപ്പൊ അവർക്ക് അതിലേക്ക് ഭയങ്കര ആവേശമായി, വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ലല്ലോ. അപ്പം അവര് ഫോൺ അഡിക്ഷൻ, ശരിക്കും പറയുമ്പോൾ കുട്ടികളെ പോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സിനും ഇപ്പം അഡിക്ഷൻ ആയി. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അഡിക്ഷൻ നമ്മളെ ബാധിക്കുന്നില്ല, കാരണം അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അവരുടെ ആ ഒരു റെസ്റ്റ് എടുക്കുന്ന ലൈഫിലേക്ക് വന്നുകൊണ്ട്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിൽ എത്തിയോണ്ട് നമ്മളെ അത് ബാധിക്കുന്നില്ല. പക്ഷെ ഈ സെയിം സാധനം കുട്ടികൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ഒരു ബാധിക്കുന്നത്. തലമുറയാണ്. അതെ, അവര് കൂടുതൽ സമയം പ്രൊഡക്റ്റീവ് അല്ലാതെ ഇരിക്കുമ്പം അതൊരു പ്രശ്നമാണ്. അപ്പം പാരന്റ്സിനും ഗ്രാൻഡ് പാരന്റ്സിനും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഫോൺ അഡിക്ഷൻ വരാറുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ ഒന്നാമത്തെ കാര്യം, പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി എടുക്കുന്നവരാണെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയാൽ കുറെ പ്രശ്നങ്ങൾ തീരും. കാരണം ഈ ഒരു സൗണ്ട് അടിച്ചു കഴിഞ്ഞാല് മെസ്സേജ് എന്താന്ന് കാണാതെ നമുക്കൊരു സമാധാനം ഇല്ല അല്ലെ. നമുക്കൊരു വൈബ്രേഷൻ ടോൺ, പക്ഷെ ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ള ആ ഒരു ആകാംക്ഷ. ഇനി നമ്മളൊരു ഡിജിറ്റൽ ഡീടോക്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മള് ഇത്ര മണിക്കൂർ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്ന് നമ്മളങ്ങനെ തീരുമാനിക്കുക. എന്താ സംഭവിക്കുന്നത് നോക്കാം. ഒരു ലോകവും ഇടിഞ്ഞു വീഴാനില്ല. നമ്മളുടെ നമ്മൾ ഫോൺ ചില സമയത്ത് വീട്ടിലൊക്കെ മറന്നു വെച്ചിട്ട് ഓഫീസിൽ പോയ ദിവസങ്ങളുണ്ടല്ലേ, സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല ദിവസമായിരിക്കും. ചിലപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോ ഇല്ലാതെ പോയ പോലത്തെ ഒരു വിഷമൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, പക്ഷെ എന്ത് ഫോണിലല്ലോ ആരെങ്കിലും വിളിക്കോ. പക്ഷെ വൈകുന്നേരം ആകുമ്പോ അറ്റ് ദ എൻഡ് എന്തൊരു സമാധാനമുള്ള ദിവസം, എത്ര പേരോട് സംസാരിച്ചു അല്ലെ, എന്റെ ഓഫീസിൽ ഇത്രയൊക്കെ ആൾക്കാരുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നി പോകുന്ന ഒരു ദിവസമായിരിക്കും. സോ ഡിജിറ്റൽ ഡീടോക്സ് ഇടയ്ക്ക് നല്ലതാണ്. ഇടയ്ക്ക് ആൻഡ് ഫാമിലി ടൈമില്, അതായത് ഫുഡ് കഴിക്കുന്ന സമയം, അങ്ങനെ നമ്മളൊരു ടൈം നിശ്ചയിക്കാം. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് യാത്രകളൊക്കെ പോകുമ്പോ മാക്സിമം ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഫുഡ് കഴിക്കുന്ന സമയത്ത് മാക്സിമം മൊബൈൽ ടേബിളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അത് ഫസ്റ്റ് ഫാദറിൽ നിന്ന് തുടങ്ങണം അല്ലെ. നമ്മള് കുട്ടികളോട് പറയാണ് ഫോൺ കൊണ്ടുവരരുതെന്ന്, എന്നിട്ട് അച്ഛൻ നന്നായിട്ട് ഫോൺ നോക്കിക്കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നെങ്കിൽ കുട്ടികൾ അത് കേൾക്കില്ല. സോ ഫ്രം ദ പാരന്റ്സ്, ഏറ്റവും മൂത്ത ആള് മുതൽ ആ ഒരു കാര്യം അവര് മാതൃകയാണെങ്കിൽ പാരന്റ്സിനെ ആണല്ലോ. ഇപ്പൊ നമ്മള് പറയാണ് നീ ഫോൺ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ, ഫാദർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അമ്മ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. നമുക്ക് അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സോ നമ്മൾ ആദ്യം നന്നാവുക, എന്നിട്ട് അവരെ നമ്മൾ നന്നാക്കുക. അപ്പം ആ ഒരു റുട്ടീൻ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കീപ്പ് ചെയ്യുക. ഫുഡ് കഴിക്കാൻ സമയത്ത്, പ്രെയർ ടൈമില്, നമ്മളിപ്പം പ്രെയർ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിലീജിയൻ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് പറയുന്നില്ല. ഏതൊരു റിലീജിയൻ ആണെങ്കിലും ഒരു പ്രെയർ ടൈം കീപ്പ് ചെയ്യാം. ഒരു 10 minutes ആണെങ്കിൽ പോലും ഫാമിലി ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ അത് ഭയങ്കര നല്ല ഒരു എഫക്റ്റ് ആണ്. അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയാ. അപ്പൊ പ്രെയർ എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ ആണ് ആക്ച്വലി അല്ലെ. അല്ലാതെ ഒരു റിലീജിയനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാനല്ല. നമ്മുടെ മനസ്സിനെ ഒരു മെഡിറ്റേറ്റ് ചെയ്ത് അതേപോലെ ഫാമിലിക്ക് ഒരുമിച്ച് സംസാരിക്കാനും അന്നത്തെ വിഷയം പറയാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വളരെ നല്ലതാണ്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഈ ഒരു ഫാമിലി ടൈം വളരെ നല്ലൊരു ഇതാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫാമിലി ടൈം ഒരു സ്പേസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും, അപ്പൊ അവിടെ ഒരു സീക്രസിയുടെ ഒരു കാര്യം വരുന്നില്ല. നമുക്ക് എല്ലാവരും ഓപ്പൺ ആണ്, എന്റെ ഫാമിലിയിൽ എന്തും പറയാം എന്നുള്ള ഒരു ഫീല് കുട്ടിക്കും കിട്ടും. ആ ഒരു സമയത്ത് മൊബൈൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം എല്ലാവരുടെ കാര്യങ്ങളും എല്ലാവരും അറിയും. അതെ. അല്ലെങ്കിൽ കുട്ടിക്ക് വീണോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പം വേറെ ഏതെങ്കിലും പേര് അയ്യോ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴായിരിക്കും എന്റെ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരരുത്. സോ അങ്ങനെയുള്ള ഫാമിലി സിസ്റ്റം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് അങ്ങനെ സെറ്റ് ചെയ്യുക ടൈം, ഫാമിലി ടൈം, ഫുഡ് കഴിക്കുന്ന സമയം, ഇങ്ങനെയുള്ള സമയങ്ങളിൽ മൊബൈല് കൊണ്ടുവരരുത്. അങ്ങനെയുള്ള ഒരു ടൈം നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. അതൊരു ടിപ്പാണ്. അതേപോലെ രാത്രി മൊബൈൽ യൂസ് ചെയ്യുന്നത് ഉറങ്ങുന്നതിന് മുന്നേ രാവിലെ ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് സ്ലീപ്പ് ഇല്ല അല്ലെ പലർക്കും. ഏറ്റവും ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനോട് പോയി ചോദിച്ചാല് അവരുടെ അടുത്തേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കേസസ് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ്.
അപ്പൊ അതിനുള്ള എന്താ ചെയ്യാ, ഉറക്കം വരുന്നില്ല. ഇപ്പം ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. സത്യം, മാഗ്നീഷ്യം ടാബ്ലറ്റ്സ് കുറെ പേര് ഗുളിക കഴിച്ച്. എല്ലാരും ചാറ്റ് ജിപിടിയോട് ചോദിക്കും എനിക്ക് ഉറക്കം വരുന്നില്ല എന്തേ, അപ്പൊ ചാറ്റ് ജിപിടി കുറെ ഓപ്ഷൻസ് പറയും. അത് ചിലപ്പോൾ ടാബ്ലറ്റ് ആയിരിക്കും, അത് പോയി കഴിക്കും. ഇങ്ങനെയൊക്കെ കുറെ അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ ഉറങ്ങുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുന്നെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ നോക്കുന്നത് നിർത്തിയാൽ തന്നെ നന്നായിട്ട് ഉറക്കം കിട്ടും. ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ കോളേജസിൽ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഉറങ്ങുന്ന ടൈം പറയണം. 9 മണിക്ക് ഉറങ്ങുന്ന എത്ര പേരുണ്ട്, കൈപൊക്ക്. അപ്പോൾ 1 or 2 പേര് പൊക്കിയാൽ ഭാഗ്യം. 10 മണി ഒരു 2-3 പേര്. 11 മണി ഈ പറഞ്ഞ പോലെ ഒരു 1, 2, 3 മാക്സിമം. 12, 1, 2 അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കുട്ടികൾ ഉറങ്ങുന്ന സമയമാണ് 1 മണി, 2 മണി, 3 മണി, 4 മണിക്ക് വരെ ഉറങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ കോളേജിൽ വന്ന് നെക്സ്റ്റ് ഡേ ഒരു 9:30, 10 o'clock കോളേജിൽ വന്നാൽ അവർക്ക് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? അത് കുട്ടികൾ മാത്രമല്ല കേട്ടോ, ജോലി എടുക്കാൻ പോകുന്നവരോട് ചോദിച്ചാലും ഇത് തന്നെയാണ്. നമ്മളൊരു സർവേ എടുത്താൽ നമുക്ക് ഈ റീസെന്റ് സർവേസിലൊക്കെ കണ്ട ഇത് തന്നെയാണ്. ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും, കൂടുതലും കോളേജ് സ്റ്റുഡൻസ്. കാരണം ഒരു +2 വരെ പാരന്റ്സ് പിടിച്ച് ഫോണൊക്കെ വെക്കുമല്ലോ, എന്നാലും ഫോൺ ഉള്ള കുട്ടികൾ ഉറങ്ങണം ആ ഒരു ഇത് വെക്കും. ഒരു കോളേജിലെത്തുമ്പോൾ നമ്മൾ പിന്നെ അവരെ പിടിച്ചിട്ട് കാര്യമില്ല, കാരണം അവരൊരു ഇൻഡിവിജ്വലായി മാറി. ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കാം. അപ്പം ഇവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉറങ്ങണമെന്ന്, പക്ഷെ ഉറക്കം വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഫോൺ എടുക്കും. ഓക്കെ, അതൊരു അബദ്ധമാണ് കാണിക്കുന്നത്. നമ്മൾ ഉറക്കം വരുന്നില്ലെങ്കിൽ നമ്മൾ ഫോൺ ഒരിക്കലും എടുക്കരുത്. നമുക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നമ്മളൊരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ ഫോൺ മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾക്ക് പതുക്കെ ഉറക്കം വരും. അപ്പൊ അങ്ങനെ ഒരു കാര്യം, സ്ലീപ്പിന് മുന്നേ ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ മുന്നേ മൊബൈൽസ് മാറ്റി വെക്കും. അതുപോലെ എണീക്കുന്നതിന് മുമ്പ്, എണീക്കുന്നതിന് മുന്നേ, എണീറ്റ് കഴിഞ്ഞ് നമ്മൾ അതുപോലെ എണീറ്റ ഉടനെ അല്ലെ? അതെ, എണീറ്റ ഉടനെ നമ്മൾ ചെയ്യുന്നത് ഫോൺ തപ്പാണ്. എവിടെ എന്റെ ഫോൺ അല്ലെ? എന്നിട്ട് നമ്മള് എന്താണ്, ചിലപ്പോ അലാം അടിച്ചായിരിക്കും എണീക്കുന്നത്, എന്നാലും കണി കാണുന്നത് ഫോണാണ്. ആൻഡ് എത്ര മെസ്സേജസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കും. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ. പണ്ട് നമ്മള് എന്താണ് പ്രാർത്ഥിച്ചിട്ടാണ് എണീക്കുക അല്ലെ? ഇപ്പോഴോ ഫോൺ എണീക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മാറ്റം, വലിയൊരു മാറ്റം ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അന്നത്തെ ദിവസം വല്ല നെഗറ്റീവ് വാർത്തയോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചാറ്റ്സ് ഒക്കെ കണ്ടാണ് എണീക്കുന്നെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നെഗറ്റീവ് ആവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാം. ആൻഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഞാനിപ്പോ ഒരു 10 hours യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്വയം വിചാരിച്ചാൽ, ഇപ്പൊ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഒക്കെ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഞാൻ ഇത്ര ദിവസം ചെയ്യില്ല എന്ന് വിചാരിച്ചു നിന്ന് കുറെ പേർക്ക് മാറ്റം വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് അഡിക്ഷനും. നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പതുക്കെ കുറയ്ക്കുക. ഒറ്റയടിക്ക് ഞാൻ ഇനി ഫോൺ നോക്കുന്നില്ല എന്ന് പറയാൻ നടക്കില്ല. ഒരു 5 മണിക്കൂർ നോക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഞാൻ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ അതൊരു 3 hours ആക്കി മാറ്റും. കറക്റ്റ് ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെക്കാം. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു റൊട്ടീനിൽ കറക്റ്റ് എഴുതി വെക്കാം. മൊബൈൽ യൂസ് ചെയ്യാനൊക്കെ ഒരു സമയം നമ്മൾ കൊടുക്കാം. അതിനുള്ള ഒരു സമയം കൊടുക്കാം. മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലേ? നാട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിയണം. നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ, ഇപ്പം എന്താ പറയുക, ഗൂഗിൾ പേ ആണെങ്കിലും അതെ, എല്ലാത്തിനും നമ്മൾക്ക് ഫോൺ എടുക്കാം. പക്ഷെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ ഇടയിൽ നമ്മൾ ബാക്കി, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി വെക്കാം. നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ മാത്രം അത് നമ്മൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് സ്ക്രീൻ ടൈം നമ്മൾക്ക് നോക്കാൻ പറ്റും. സ്ക്രീൻ ടൈം, എത്ര സ്ക്രീൻ ടൈം നമ്മൾ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഏത് ആപ്പാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക, അത് ഭയങ്കര ഓവറാണ് എന്ന് തോന്നുന്നു, അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തോളാം. അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന ടൈം കുറച്ച് കുറയ്ക്കാം. അപ്പം നമുക്കിതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ടെക്നോളജി നമ്മളെ ഭരിക്കാൻ പാടില്ല. ടെക്നോളജി നമ്മളെ കൺട്രോൾ ചെയ്യരുത്. നമ്മളുടെ കൺട്രോളിലായിരിക്കണം ടെക്നോളജി. അതിപ്പം ഏത് ടെക്നോളജി ആണെങ്കിലും കേട്ടോ, നമ്മൾ ഒരിക്കലും ടെക്നോളജി നമ്മളെ കൺട്രോൾ ചെയ്യരുത്. നമ്മളുടെ കൺട്രോളിലായിരിക്കണം ടെക്നോളജി. ഈ ഒരു കൺക്ലൂഷൻ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ടെക്നോളജി യൂസ് ചെയ്യാം. മൊബൈൽ അഡിക്ഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പല ആളുകളും
ഐ മീൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, നല്ല കഴിവുള്ള കുറേ നല്ല കുട്ടികളുണ്ടാവും, ഒരുപാട് സ്കിൽസ് ഒക്കെ ഉള്ളവർ. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, ഞാനിത് ചെയ്താൽ ശരിയാവോ ശരിയാവില്ലേ, അങ്ങനെ അവർ പിന്നിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും അങ്ങനെയുള്ളവര് ശരിക്കും എന്താ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന, എങ്ങനെ ഈ കഴിവുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും അവർക്ക്? സത്യം പറഞ്ഞാൽ അതൊരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണ്. അതായത് മറ്റുള്ളവർ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു പേടി. നല്ല ടാലന്റഡ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം, എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ ഞാനിത് ചെയ്താൽ ഇവരെന്നെ ഇനി മുതൽ കളിയാക്കോ, ശരിയായില്ലെങ്കിലോ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്റെ ഭാഗത്തുനിന്ന് വന്നാല് അവരെന്നെ കളിയാക്കോ, ഇരട്ടപ്പേരിടുവോ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയാണ്. അപ്പം പലപ്പോഴും നമ്മൾ കോളേജസിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാൻ പറഞ്ഞിട്ട് വിളിക്കും ഫ്രണ്ടിലേക്ക്. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇവിടെ വന്ന് വിറക്കിയായിരിക്കും. അല്ലെങ്കിൽ അവരൊന്നും പറയാതെ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും. ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും ക്ലാസ്സിൽ ടോപ്പർ. അപ്പൊ എന്താണ് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. മറ്റുള്ളവർ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഇരട്ടപ്പേര് വീഴോ എന്നൊക്കെയുള്ള പേടിയാണ്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ സ്കൂളില് അത്ര വലിയ കഴിവൊന്നുമില്ല, ഐ മീൻ വലിയ പഠിത്തമൊന്നുമില്ല, പക്ഷെ ഭയങ്കര സ്മാർട്ടാണ്, എന്ത് ഓവർകം ചെയ്യാൻ റെഡിയാണ്. ആരെന്ത് കളിയാക്കിയാലും ഭയങ്കര തൊലിക്കെട്ടിയാണ് അല്ലെ, ഭയങ്കര തോലിക്കെട്ടിയാണല്ലോ എന്നൊക്കെ നമ്മൾ കളിയാക്കുമായിരിക്കും. പക്ഷെ അതൊന്നും അവരെ ബാധിക്കുന്നില്ല, അവരെ സക്സസ്ഫുൾ അവരായിരിക്കും മിക്കവാറും വലിയ നിലയിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ പറയുന്ന റാങ്ക് മേടിക്കുന്നവരോ അല്ലെങ്കിൽ ഫുൾ A+ മേടിച്ചവരൊക്കെ ചിലപ്പോൾ വീടുകളിൽ തന്നെ ആയിരിക്കും. അതിന്റെ മെയിൻ റീസൺ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. സത്യം പറയാലോ, ഒന്ന് ആലോചിച്ച് നോക്കാം, എല്ലാവരും അവരുടേതായ ലൈഫിൽ ബിസിയാണ് അല്ലെ. അതെ, കാണുമ്പോ ഒന്ന് ചെറുപ്പം കളിയാക്കിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും. അവർക്ക് നിങ്ങളെ കുറിച്ച് ഓർത്തോണ്ടിരിക്കാനാണോ സമയം? അവർക്ക് നെക്സ്റ്റ് ഡേ അടുത്ത റീസൺ കിട്ടും. അപ്പൊ കളിയാക്കുന്നവർക്ക് റീസൺസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിനിപ്പോ നിങ്ങളെ ഓർത്തോണ്ടിരിക്കാനൊന്നും ആർക്കും സമയമില്ല. ഇവൻ നമ്മുടെ പാരന്റ്സിന് തന്നെ നമ്മളെ ഓർത്തോണ്ടിരിക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ വിചാരം, അയ്യോ ഇവരൊക്കെ എന്നെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്, എല്ലാരും എന്നെയാണ് നോക്കുന്നത്, എല്ലാരും എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം മാറ്റാം. അവര് പറയട്ടെ അല്ലെ, എന്തായാലും പറയും. പറയാനുള്ളവർ എന്തായാലും പറയും. അത് ഇതിലേ വിടാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെ. അതാണ് ശരിക്കും ചെറുപ്പം മുതലേ. ഇപ്പൊ പണ്ടൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ കളിയാക്കും ഇതൊക്കെ ചെയ്യുമ്പോ പല കുട്ടികളും അത് കേട്ട് ഭയങ്കര തോലിക്കെട്ടേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് ടീച്ചേഴ്സ് ഒന്ന് കണ്ണുരുട്ടിയാൽ തന്നെ ടീച്ചർ എന്നെ നോക്കി പേടിപ്പിച്ചു, അല്ലെങ്കിൽ ടീച്ചർ കണ്ണുരുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയുന്നവരുണ്ട് പാരന്റ്സ്. അപ്പം ഇത്രയും ചെറിയൊരു കാര്യം പോലും ഈ കുട്ടിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലെ അക്വയർ ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു അത് വീടുകളിൽ നിന്നും വേണം. അതെ, എക്സ്പോഷർ കിട്ടണം. അതുപോലെ പല കാര്യങ്ങളും അവരെ സ്വന്തമായിട്ട് എന്താ പറയുന്നത് ട്രൈ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്. എന്തെങ്കിലും ചെയ്ത് തുടങ്ങുമ്പോ തന്നെ നീ എന്താ ചെയ്തത്, എന്തിനാ അത് അങ്ങനെ ചെയ്യുന്നത്, ഒരു പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ പൊട്ടിയാൽ പോലും. പണ്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലെ, ഒരു ഗ്ലാസ് പൊട്ടിയ ഇന്റർനാഷണൽ പ്രശ്നമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. പക്ഷെ ഗ്ലാസ് അല്ലേ, അത് പോട്ടെ, നമുക്ക് വേറെ ആരും ചെയ്യില്ലല്ലോ എന്നൊന്ന് ചിന്തിച്ചാ മതി. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു ചിന്ത മാറി എന്താണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോ കുട്ടിക്ക് ടെൻഷനായി. പിന്നെ നെക്സ്റ്റ് ടൈം അത് പിന്നെ എല്ലാത്തിനോടും ആ ഒരു ടെൻഷൻ ആവുകയാണ്. എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം ട്രൈ ചെയ്യാനുള്ള ഒരു പേടി. അതെ, ആ ഒരു പേടി വന്നു കഴിഞ്ഞാൽ, അത് ആ പേടി ചെറുപ്പത്തിലെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് ഓട്ടോമാറ്റിക്കലി വരും. ആ ജഡ്ജ്മെന്റ് ആണെങ്കിലും സെൽഫായിട്ട് ഭയങ്കര ഒരു പേടിയാണ്. അവരെങ്ങനെ ജഡ്ജ് ചെയ്യും, ഇവരെങ്ങനെ ജഡ്ജ് ചെയ്യും. സത്യം പറഞ്ഞാൽ ആർക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യാനുള്ള സമയമില്ല. അതാദ്യം മനസ്സിലാക്കിയാൽ പല ഇഷ്യൂസും അവിടെ തീരും. ഈ സെൽഫ് ഡൗട്ട് നമ്മുടെ ഈ കരിയർ ഗ്രോത്തുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജഡ്ജ്മെന്റൽ ആവുമ്പം ഓട്ടോമാറ്റിക്കലി ഓക്കെ ഇതെനിക്ക് പറ്റില്ല, ഞാനത് ചെയ്ത് ശരിയാവില്ല എന്നുള്ള ഒരു തോന്നലാണല്ലോ ഈ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് കരിയറിനെ ബാധിക്കും. നമ്മൾ എന്ത് ചൂസ് ചെയ്യാൻ പോകുമ്പോഴും അതെനിക്ക് ചേരില്ല, അല്ലെങ്കിൽ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല,
ഒരു ജോബ് നമുക്ക് തന്നു, ഇത് നിങ്ങൾ ചെയ്തു തീർക്കണം എന്ന് പറയുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റും തോന്നില്ല സാറേ എന്ന് 2-3 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജോലിക്ക് എടുത്തിട്ട് കാര്യമില്ല എന്ന് അവർക്കും ഫീൽ ചെയ്യും. സോ എപ്പോഴും ജഡ്ജ്മെന്റിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കരിയർ ഗ്രോത്തിനും അത് വലിയ ഇഷ്യൂ തന്നെയാണ്. നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആവാൻ ശ്രമിക്കുക, ഡൗട്ട്സ് ഒക്കെ മാറ്റി ജഡ്ജ്മെന്റൽ ആവാതെ നമ്മൾക്ക് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ അഥവാ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കുന്നതിന് കുഴപ്പമില്ല അല്ലെ. നമ്മള് മറ്റുള്ളവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നതിന് ഒരിക്കലും ഒരു നാണക്കേട് വിചാരിക്കരുത്. അതുപോലെ ഇപ്പൊ AI ഹെൽപ്പ് ഇഷ്ടംപോലെ ഹെൽപ്പ് ഉണ്ട് അല്ലെ. നമുക്ക് AI ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കണം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് AI ഹെൽപ്പ് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല നമ്മള് ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചോദിക്കാൻ നാണക്കേടാണ്. ഇപ്പം അയ്യോ അവരെന്ത് വിചാരിക്കും, എനിക്കിത് അറിയില്ലെന്ന് അവര് വിചാരിക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലാണ്. അങ്ങനെ ഒരു നാണക്കേട് വേണ്ട. നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യാം. ഇതെനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ ഹെൽപ്പ് എടുത്തിട്ട് ആരെങ്കിലും ഹെൽപ്പ് എടുത്തിട്ട് എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എന്ന് കേൾക്കുമ്പോൾ അതല്ലേ ഒരു പോസിറ്റീവ് അല്ലേ. അതിന് പകരം എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായി മാറി. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം ആ ഒരു സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അഥവാ ചെറിയൊരു സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ബാക്കിയുള്ളവരെ അറിയിക്കാതെ മാക്സിമം ഞാൻ അതിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ മറ്റുള്ളവരുടെ ഹെൽപ്പൊക്കെ എടുത്ത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം സർ എന്ന് പറയുന്നതാണ് കുറേയും കൂടെ നല്ലത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് കരിയറിന് കുറച്ചും കൂടെ ഗ്രോത്ത് ആയിരിക്കും. മറ്റ് എന്തായാലും അത് കരിയറിന് ഒരു നെഗറ്റീവാണ്, ജഡ്ജ്മെന്റൽ ആവും. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ചിലർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എല്ലാം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അതെ അതെ, ഇൻപെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലെ, ഒരു കാര്യത്തിലും ആരും പെർഫെക്റ്റ് അല്ല. ഇംപെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തവരാണ് പിന്നീട് പെർഫെക്ഷനിലേക്ക് എത്തുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻപെർഫെക്റ്റ് ആയി ഓർത്തിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ മനുഷ്യരാണല്ലോ, മനുഷ്യരാണ്, പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൽ പ്രോ ആവും അല്ലെ. ആൻഡ് നമ്മൾ ആ ചെറിയ നമ്മൾ വിൻ ചെയ്യുന്നതൊക്കെ നമ്മളൊന്ന് എന്താണ് ആഘോഷിക്കുക. ഓക്കെ ഞാനിത് ചെയ്തു, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റി, നമ്മളത് ആഘോഷിക്കുക. ചെറിയ രീതിയിൽ വേണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ഞാൻ മേടിച്ചു കഴിക്കാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ഞാൻ സ്വയം എന്നെ സെൽഫ് ലവ് മോട്ടിവേറ്റ് ചെയ്യാണ്, സ്വയം എന്നെ മോട്ടിവേറ്റ് ചെയ്യാണ്. സെൽഫ് ലവ്, ഓക്കെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ചെറിയ ജയങ്ങളൊക്കെ നമ്മള് എന്താണ് ആഘോഷിക്കാന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പതുക്കെ നല്ലൊരു കരിയറിലേക്ക് നമ്മൾ. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലേ, കുട്ടികൾ അവരുടെ ഫെയിലിയേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ പരാജയങ്ങളും ഇതിന്റെ ഒരു ഭാഗമാണ്. അതിനെ നമ്മൾ ഓവർകം ചെയ്താൽ മതി എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരണം. അതെ, പരാജയങ്ങൾ ഇല്ലാതെ ഒരിക്കലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. ഫസ്റ്റത്തെ ഒക്കെ ഫ്ലോപ്പ് ആയിരിക്കും. നമ്മളൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചാൽ പോലും കുട്ടിയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ എത്രയോ വട്ടം വീണിട്ടാണ് നമ്മൾ പഠിക്കുക. ഇപ്പൊ എന്ത് കാര്യം പഠിക്കണമെങ്കിലും ആദ്യത്തെ കുറെ ഒക്കെ ഫ്ലോപ്പ് ആയിരിക്കും. ആൻഡ് പിന്നീട് അത് നമ്മൾ ചെയ്താ പഠിക്കും. അപ്പൊ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഫെയിലിയേഴ്സ് ഉണ്ടാകും, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പഠിപ്പിക്കാം. നമ്മളിപ്പോ കുറെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതില് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു കരിയർ. അതൊരു നല്ല ഓപ്ഷൻ ആണോ ആക്ച്വലി? ഇന്ന് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഹോബി അല്ല. മുമ്പേ ഫസ്റ്റ് ഒക്കെ അതൊരു ഹോബി ആയിരുന്നു, സൈഡായിട്ട്. അതെ ഇപ്പൊ അതൊരു ബിസിനസ് സാധ്യതയായിട്ട് മാറ്റിയിട്ടുണ്ട്, ഒരു ഫുൾ ടൈം ജോബ് പോലെ. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേഷനെ നമുക്കൊരു ഫുൾ ടൈം ജോബ് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി കൺസിസ്റ്റന്റ്. അതിനായിട്ട് ഫുൾ ടൈം കൊടുക്കുക. അല്ലാതെ ഞാൻ ഒരു ജോലി ചെയ്യുന്നതിന്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ഈസി മണി അല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു യൂട്യൂബറിന് ഇത്രയും ലക്ഷം സാലറി, ഞാനും നാളെ മുതൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്, രാവിലെ തൊട്ട് ഞാൻ രാവിലെ മുതൽ അങ്ങനെ ഓരോ. പക്ഷെ അതൊക്കെ ഫ്ലോപ്പ് ആവും അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ പേര് യൂട്യൂബ് ചാനൽസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ ലിങ്ക് അയച്ചു തരും, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു 3-4 എപ്പിസോഡൊക്കെ കഴിഞ്ഞ് അവർക്ക് കണ്ടന്റ് ഇല്ല. സോ കണ്ടന്റ് ക്രിയേഷനെ നമ്മളൊരു പ്രൊഫഷൻ ആക്കുവാണെങ്കിൽ കുറേ നമ്മൾ അപ്ഡേറ്റഡ് ആവാനുണ്ട്, അതിനുവേണ്ടി കുറേ നമ്മൾ വർക്ക് ചെയ്യാനുണ്ട്, നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ട്രെൻഡ്സിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവണം. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ എന്തും ചെയ്യാൻ നമ്മൾ റെഡി ആവണം. ഐ മീൻ ആ ഒരു എന്താണ് ഏത് രീതിയിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. അല്ലാതെ നമ്മൾ സെൽഫ് ഡൗട്ട് ഒന്നും ഒരിക്കലും അവിടെ വിജയിക്കില്ല. വളരെ സ്മാർട്ടായിട്ട് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കണ്ടന്റ് ക്രിയേഷൻ ഒരു കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ആദ്യകാല വീഡിയോസ് ഒക്കെ നോക്കുമ്പം ചിലപ്പം ഒരുപാട് ഫ്ലോപ്പ് ആയിട്ടുള്ളത് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും, ശരിയായിട്ടുണ്ടാവില്ല, ക്യാമറ ഓക്കെ ആയിരിക്കില്ല, ക്ലാരിറ്റി ഇല്ല, അവർ പറയുന്നതിൽ കോൺഫിഡൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ പോകെ പോകെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് അതിന് കുറച്ച് ബാഡ് കമന്റ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ തകർന്ന് വീഴുന്നവരാണെങ്കിൽ അത് നമുക്ക് പറ്റിയ ഒരു ഓപ്ഷൻ അല്ല, കരിയർ ഓപ്ഷൻ അല്ല. നമ്മൾ എന്തും ചെയ്യാൻ റെഡിയായി ഓക്കെ, ആരെന്ത് പറഞ്ഞാലും ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും തന്നെ ബാധിക്കില്ല, ഞാൻ ഇതിലേക്ക് തന്നെയാണ് എന്റെ കരിയർ എന്ന് നമ്മൾ തോന്നി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു പേഷ്യൻസ്. അതെ അതെ, ഈസി മണി ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു കരിയർ ഓപ്ഷനായിട്ട് കണ്ടന്റ് ക്രിയേഷൻ എടുക്കാൻ പറ്റില്ല. അതെ, അതിന് പിന്നെ നമ്മൾ ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ? അതെ, അതിന്റെ കാര്യങ്ങളോ നല്ല പേഷ്യൻസ് വേണം. അതായത് ചിലപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ നല്ലൊരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കും, സെൽഫീസ് എടുക്കാൻ പറയും. അതൊക്കെ നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാതെ എന്തിനാ എൻ്റെ കൂടെ ഫോട്ടോ, എൻ്റെ പ്രൈവസി ഇതിനെ കളഞ്ഞ നമ്മൾ ദേഷ്യപ്പെടാൻ പോയാൽ ചിലപ്പോൾ പിറ്റേ ദിവസം വേറെ ആൾക്കാർ ഇതിനെതിരെ വേറെ വീഡിയോസ് ഇടും അല്ലേ. അപ്പൊ പേഷ്യൻസ് ലെവല് നന്നായിട്ട് വേണം. അതേപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. പല പല കമന്റ്സും നമ്മൾ ഒരിക്കലും നമുക്ക് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് കിട്ടും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന കമന്റ്സ് ഒക്കെ കാണുമായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ നമ്മളത് ലെറ്റ് ഗോ ചെയ്യാനും പഠിക്കണം. അതെടുത്ത് നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് ആൾക്കാരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ അത് പറ്റണം. വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ നെഗറ്റീവ് മാത്രം ചെയ്തിട്ട് വ്യൂസ് കൂട്ടുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഓഡിയൻസിന് മനസ്സിലാവണം. അപ്പം അത് നല്ല ഒരു ഓപ്ഷൻ ആവണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളത്. അതെ, നമ്മുടെ ഒരു മെയിൻ കരിയർ ഓപ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം.